எப்போ வருது இங்கிட்டு? நான் ஃப்ரைடே ஈவினிங் வரேன். ஃப்ரைடே ஈவினிங்கா? ஆ വിത്ത് ഫ്രണ്ടാ? ഫ്രണ്ട് വരുന്നു. കേരളത്തിലേക്ക് വന്നതിന് ശേഷം ഒരു റൂം എടുത്ത് താൻ അവിടെ വരും, തന്നെ നേരിൽ കാണണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യുവതി കേരളത്തിലേക്ക് വരികയും അവിടെ ഒരു കാറിൽ വെച്ച് കേരളത്തിലെത്തിയപ്പോൾ ഈ യുവതിയെ കൂട്ടുന്നതിന് വേണ്ടി ഈ അരുൺ എത്തുകയും ആ സമയത്ത് ഈ കാറിൽ മറ്റൊരു ഈ അമ്പലത്തിലെ തന്നെ പൂജാരിയായിട്ടുള്ള ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന മുഖ്യപ്രതി കൂടിയായിട്ടുള്ള ഒരു പൂജാരിയെയും എത്തുകയും ചെയ്തത്. ഇവരും ചേർന്നാണ് കാറിൽ വെച്ച് യുവതിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് കർണാടക പോലീസ്. നമസ്കാരം. തൃശ്ശൂര് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിലെ ജീവനക്കാരനായ അരുൺ ടിയെയും അവിടുത്തെ പ്രധാന പൂജാരിയായ ഉണ്ണി ദാമോദരനെതിരെയും കേസ്. അതായത് അരുൺ ടി എ എന്ന് പറയുന്ന പൂജാരിയെ എന്ത് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസ് മറ്റൊന്നുമല്ല, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. ഇവർ രണ്ടുപേരും കൂടി വിളിച്ചു വരുത്തിയത് വിധവയായ ഒരു പെൺകുട്ടിയെ, ബാംഗ്ലൂരിലുള്ള വിധവയായ ഒരു സ്ത്രീയെ എന്ത് ചെയ്തു, വിളിച്ചു വരുത്തി കാറിൽ വെച്ച് ഈ രണ്ടുപേരും പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. അതുമല്ല, ഈ പറയുന്ന സ്ത്രീയെ വീഡിയോ കോൾ വിളിക്കുകയും ഇവിടെ നഗ്ന ചിത്രങ്ങൾ ചിത്രീകരിക്കുകയും ഇവരെ ഭീഷണിപ്പെടുത്തുക എന്നൊക്കെയാണ് സംഭവം. ആദ്യം ഇവർ തമ്മിൽ പിന്നീട് സംസാരിച്ച ഒരു വോയിസ് ഉണ്ട്. ആ വോയിസ് നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടിട്ട്, ഏതാണ്ട് ഒരു 6 മിനിറ്റുള്ള വോയിസാണ്. ആ വോയിസ് നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടിട്ട് അതിന് ശേഷം ഇത് പീഡനമാണോ അതോ ഇത് ഒരു ഹണി ട്രാപ്പ് ആണോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അത് നിങ്ങൾ ഈ വോയിസ് ഒന്ന് കേട്ടിട്ട് വാ. ഹലോ ஹலோ. சார். சொல்லுங்கள் சார். நான் இங்கே ஆஃபீஸில் வெளியில் வந்தேன் இப்போ. சௌக்கியமா? சௌக்கியம் சார். சாய் சாப்பிட்டா? இப்போ எப்போ வருது இங்கிட்டு? நான் ஃப்ரைடே ஈவினிங் வரேன். ஃப்ரைடே ஈவினிங்கா? வித் ஃப்ரெண்டா? ஃப்ரெண்டு வருது. அதான் ரூம் எடுத்தா? இல்லை எனக்கு ரூம் எல்லாம் அங்கே தெரியாது. அதான் அப்போ சேம் டேட் கிளம்புவாங்க? இல்லை என் கூட தான் வருது. அது ஃப்ரெண்டு நான் 2 பேர் தான் வருது. ടോട്ടൽ 2 പേരാ? ടോട്ടൽ 2 പേര് വരുന്നത്? ஆமாம். ട്രെയിനാ വരുന്നത്? ട്രെയിനിൽ. റൂം എടുക്കില്ല? എടുത്തില്ല. ഇങ്ങ വന്ന് എടുക്കും? ஆமாம். அந்த ஃப்ரைடே நைட்டு இங்க எத்துமா? இல்லை ஃப்ரைடே நைட்டும் இங்கே ட்ரெயினும் இங்க வரும். ஃப்ரைடே நைட்டா? இல்லை சாட்டர்டே மார்னிங். ஆமாம். ஓகே. அதுக்கு சண்டே திருச்சி போகும். திரும்பி எப்போ போகும்? சாட்டர்டே ஈவினிங்கு ட்ரெயினு. சாட்டர்டே ஈவினிங் போவோம். ஓகே. அப்போ ஒரு டே ஸ்டே பண்ணலையா? அங்கே எதுவுமே தெரியாது இல்லையா எனக்கு, எங்கே ஸ்டே பண்ணுறது. அந்த ஃப்ரெண்ட் எங்கே கம்பெனியா? இல்லை எனக்கு க்ளோஸ் ஃப்ரெண்டு தான். க்ளோஸ் ஃப்ரெண்டா? குழப்பமில்ல. அது ഞാൻ വന്നാൽ കുഴപ്പമില്ല? நீங்கள் வரீங்களா? ஆமாம். இல்லை நீங்கள் கோயிலில் இருக்கிறது இல்லையா? கோயில் இருக்கு. அப்புறமா நீங்கள் வரீங்களா? ഓക്കെ. അപ്പം കാണാം. നമുക്ക് നേരിട്ട് ഹോട്ടൽ എടുത്താലോ? ഹോട്ടൽ ബുക്ക് பண்ணலாம். ஓகே. என்ன டைம் ட்ரெயின் திரும்பி அங்கே திரும்பி ட்ரெயின் டைமிங்?
தெரியாது செக் பண்ணணும். തൃശ്ശൂർ ഏതെങ്കിലും ഹോട്ടൽ റൂം ബുക്ക് பண்ணலாம். ഞാൻ വരാൻ അങ്ങോട്ട് ഈവനിങ്ങിൽ. எனக்கு தெரியாது அங்கே. நான் அங்கே ஸ்டே ஆயில்லை. நான் அங்கே வந்து ഒരു എന്റെ ഫ്രണ്ടിനോട് சொல்லிட்டு റൂം അറേഞ്ച് பண்ண അവൻ വണ്ടിയിൽ വന്നിട്ട് അങ്ങ് ഡ്രോപ്പ് பண்ணிடும். ஓகே. നിന്റെ ഫ്രണ്ടിന് എന്ത് ചെയ്യും? ഞാൻ വരുമ്പോ റൂമിൽ ഞാൻ വരുമ്പോ പ്രശ്നം എടുക്കാം. ഞാൻ നിങ്ങൾ റൂമിൽ വന്നാൽ പ്രശ്നം എടുക്കാമെങ്കിൽ என் ஃப்ரெண்ட் நான் ஒரு ரூம் தான் பண்ணுவேன். ஒரு റൂമിൽ ഞാൻ അങ്ങ് വന്ന പ്രോബ്ലം എടുക്കാം. ஆமா, பின்ன யாருன்னு சொல்றது, என்ன சொல்றது? പിന്നെ என்ன பண்ணும்? என்ன பண்ணுது தெரியாது. என்ன பண்ணும்? പിന്നെ என்ன பண்ணும்? 2 റൂം എടുത്താലും ഒരു റൂമിൽ അവിടെ എടുക്കുമോ? இருக்குது. സിംഗിൾ റൂം എടുക്കാം. சிங்கிளா? அது அங்கே எங்கே பண்ணது தெரியாது எனக்கு. റെയിൽവേ സ്റ്റേഷനിൽ ബുക്ക് பண்ணோம். അപ്പൊ 2 റൂം എടുത്തു കഴിഞ്ഞാൽ ഒരു റൂമിൽ അവിടെ എടുക്കും, ഒരു റൂമിൽ നമ്മൾ എടുക്കും. ഓക്കെ. சரி. നമുക്ക് രണ്ടാൾക്കും ഒരു 1 അവർ എടുക്കും. ഓക്കെ. நீங்க? ഞാനൊരു 1 അവർ വരാം. 1 അവറിലേക്ക് 1 മണിക്കൂർ നിന്റെ കൂടെ എടുക്കാം. ஆமாவா? அங்கே கோயில்ல பேசுறது இல்லையா நீங்க? ഞാനത് മുടിഞ്ഞ് അങ്ങോട്ട് വരാം. ഒരു 1 o'clock, 2 o'clock, 3 o'clock, 4 o'clock ഞാൻ അങ്ങ് വരാം. மத்தியானம்? இல்லை, ஒரு பூஜை பண்ணணும், அது பேசணும் நீங்கள் கூட. அதுதான் இங்கே நான் கால் பண்ணிட்டு இருக்குது. கொஞ்சம் ப்ராப்ளம் ஆகிட்டு இருக்குது என் ஃப்ரெண்டுது. அதுதான். ஓகே. அப்போ இங்கே வந்துட்டு அரேஞ்ச் பண்ணலாம். ஓகே. அங்கேவா? ஓகே. അല്ലെങ്കിൽ ഒരു അറേഞ്ച് ചെയ്യാം. ഒരു ടൈം ഇപ്പൊ നീ വാ, നെക്സ്റ്റ് ടൈം നീ തിങ്കളായി വാ. ഓക്കെ. അപ്പുറമാ ഫ്രണ്ട് കൂട്ടുന്നു വരണ? ഇല്ല, ഇപ്പൊ വരുമ്പോ നീ ഫ്രണ്ടായിട്ടല്ലേ വരുന്നത്. ആമാ. അപ്പോ ഞാനങ്ങ ഹോട്ടലിൽ വന്നാ പ്രശ്നം എടുക്ക. அந்த ഫ്രണ്ട് എന്തെങ്കിലും சொல்லுமா? ஆமா. அப்ப எங்க காண முடியலல்ல? இல்லை, நான் கோயிலுக்கு வந்து நீங்கள் கூட பேசிட்டு வரேன். கோவிலில் இருந்து பேசானா? നോക്കാം. ഞാൻ റൂം അറേഞ്ച് பண்ணியா எனக்கு அங்க வராம பറ്റുமா? அதுதான் நான் சொல்றேன். എനിക്ക് വരാൻ முடியல റൂമില്. അപ്പോൾ നിങ്ങൾ ഈ വോയിസ് കേട്ടല്ലോ. ഈ വോയിസിനകത്ത് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് വരണമെന്ന് പറയുന്നു, പിന്നീട് കൂട്ടുകാരി കൂടെ ഉണ്ടെന്ന് പറയുന്നു, ഞാൻ ഹോട്ടലിൽ വരാം, കൂട്ടുകാരിക്ക് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു, പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്നു. ഇവിടെ സത്യം പറഞ്ഞാൽ ഈ ഒരു വോയിസ് കൃത്യമായിട്ടും ഇവൻ പറയുന്നത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞുകൊണ്ട് റെക്കോർഡ് ചെയ്ത ഒരു വോയിസാണ്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി, ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ഒരു മോശമായിട്ടുള്ള സംസാരം കാര്യങ്ങളൊന്നും വരുന്നില്ല. എങ്കിലും നമുക്ക് ആ സംസാരം കേൾക്കുമ്പോൾ അത്രയ്ക്ക് ഇവർ തമ്മിൽ പരിചയമുണ്ട്, നല്ല രീതിയിൽ ഈ ലെവലിൽ സംസാരിക്കാൻ ഒരു എന്താ പറയുക, ഈ രീതിയിൽ സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഇതിനകത്ത് വെച്ച് നമുക്ക് മനസ്സിലാവും. ഒന്ന്. രണ്ടാമത്തെ കേസ്, നമ്മൾ അതിൻ്റെ സൈഡിൽ കണ്ട ചാറ്റ്, ആ വീഡിയോ ചാറ്റ് അല്ലെങ്കിൽ ആ വോയിസ്, പിന്നീട് വാട്സപ്പ് ചാറ്റ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവർ പലവട്ടം സംസാരിക്കുന്നുണ്ട്. പിക്ക് പലതും ഡിലീറ്റഡ് ആണ്. ഇവൻ പിക്ക് ചോദിക്കുന്നുണ്ട്, അവൾ കൊടുക്കുന്നില്ല. അതിനുശേഷം ഇവൾ തിരിച്ച് പിക്ക് ചോദിക്കുന്നു, അവൻ പിക്ക് കൊടുക്കുന്നു. അതിനുശേഷം വീഡിയോ കോൾ ഇവൻ വിളിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇവൾ എടുക്കുന്നില്ല. അതിനുശേഷം ഇവൾ അങ്ങോട്ട് വീഡിയോ കോൾ വിളിച്ച് 2-3 മിനിറ്റ് സംസാരിച്ചിട്ടുമുണ്ട്.
ഈ സ്ത്രീ അവർക്ക് കൊടുത്ത പോലീസിന് കൈമാറിയ രേഖകളാണ്. എന്നിട്ട് വീഡിയോ കോൾ ചെയ്ത് ഞാൻ നഗ്നയായിട്ട് നിൽക്കാൻ പറഞ്ഞു, ഞാൻ നഗ്നയായിട്ട് നിന്നു, അത് ഷൂട്ട് ചെയ്തു. അത് അങ്ങനെ നഗ്നയാകാൻ കാരണമെന്നും ചോദിച്ചാൽ ഈ സ്ത്രീ പറഞ്ഞത് മറ്റൊന്നുമല്ല. ഇവർ പറഞ്ഞിരിക്കുന്നത് അതായത് പിന്നീട് എൻ്റെ കുട്ടികളുടെ ഭാവി തുലയ്ക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പൂജ ഞാൻ ചെയ്യും, നീ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ രീതിയിലുള്ള പൂജ ചെയ്യും എന്നൊക്കെ പറഞ്ഞത്. അതിനെക്കുറിച്ചൊരു വാർത്ത വന്നിട്ടുണ്ട്. ആ വാർത്തയിൽ കുറച്ച് ഭാഗം നമുക്ക് കേൾക്കാം. ഓക്കെ. പെരിങ്ങോട്ടുകര ക്ഷേത്രത്തിലെ പൂജാരി അരുണും പരാതിക്കാരിയും തമ്മിലുള്ള ഓഡിയോ സംഭാഷണമാണ് ഇപ്പോൾ കേട്ടത്. പരാതിക്കാരി കർണാടക വെല്ലന്തൂർ പോലീസിന് നൽകിയ പരാതി പ്രകാരം ഈ കുടുംബ പ്രശ്നവുമായി ചില കുടുംബ പ്രശ്നങ്ങൾ തനിക്കുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് തൃശ്ശൂരിലുള്ള ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നതും ആ ക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്തത്. അവിടെ വെച്ചാണ് അരുൺ എന്ന് പറയുന്ന ഈ പൂജാരിയെ കണ്ടുമുട്ടുന്നത്. തന്റെ കുടുംബ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജ ചെയ്യുന്നതിന് വേണ്ടി 24,000 രൂപ പൂജയുടെ ആവശ്യങ്ങൾക്കായി നൽകണമെന്ന് പറയുന്നു. അതിനുശേഷമാണ് യുവതിയുടെ ഫോൺ നമ്പറും അരുൺ വാങ്ങുന്നത്. യുവതി തിരിച്ച് സ്വന്തം നാടായ കർണാടകയിലെത്തി പിന്നീടുള്ള ദിവസങ്ങളിൽ അരുൺ നിരന്തരം ഫോണിൽ കൂടി ശല്യം ചെയ്യുകയും, അതായത് വീഡിയോ കോൾ അടക്കം വിളിച്ചുകൊണ്ട് നഗ്നയായി നിന്ന് ഈ വീഡിയോ കോളിൽ വരണമെന്ന് ആവശ്യപ്പെട്ടു. യുവതി ഇതിനെ പല സമയത്ത് എതിർത്തെങ്കിൽ പോലും അങ്ങനെ വീഡിയോ കോളിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെ അപായപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പൂജകൾ താൻ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് യുവതി ഈ ഭീഷണിക്ക് വഴങ്ങുകയും നഗ്നയായി നിന്നുകൊണ്ട് വീഡിയോ കോളിൽ വരികയും ചെയ്തത്. ഈ വീഡിയോ കോൾ റെക്കോർഡ് ചെയ്തതിന് ശേഷമായിരുന്നു പിന്നീടുള്ള ഈ അരുണിന്റെ ഭീഷണികൾ. അതിൽ പറയുന്നത് പ്രകാരം യുവതി കേരളത്തിലേക്ക് വരണം, കേരളത്തിലേക്ക് വന്നതിന് ശേഷം ഒരു റൂം എടുത്ത് താൻ അവിടെ വരും, തന്നെ നേരിൽ കാണണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യുവതി കേരളത്തിലേക്ക് വരികയും അവിടെ ഒരു കാറിൽ വെച്ച് കേരളത്തിലെത്തിയപ്പോൾ ഈ യുവതിയെ കൂട്ടുന്നതിന് വേണ്ടി ഈ അരുൺ എത്തുകയും ആ സമയത്ത് ഈ കാറിൽ മറ്റൊരു ഈ അമ്പലത്തിലെ തന്നെ പൂജാരിയായിട്ടുള്ള ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന മുഖ്യപ്രതി കൂടിയായിട്ടുള്ള ഒരു പൂജാരിയെയും എത്തുകയും ചെയ്തത്. ഇവരും ചേർന്നാണ് കാറിൽ വെച്ച് യുവതിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് കർണാടക പോലീസിന് നൽകിയ പരാതിയിൽ യുവതി പറയുന്നത്. മനസ്സിലായില്ല, സംഭവം മനസ്സിലായില്ല. ഏതോ ഒരു പൂജ ചെയ്യണമെന്ന് പറഞ്ഞ് ആദ്യപരമായിട്ട് ബന്ധപ്പെടുന്നു, നേരെ ഇവിടെ വരുന്നു, തൃശ്ശൂർ വരുന്നു, ഈ പൂജ ചെയ്യുന്നു, എന്തോ ഒരു കൂടോത്രോ ഇവിടെ എനിക്കൊന്ന് കുട്ടിച്ചാത്ത സേവ അങ്ങനെ എന്താണെന്ന് എനിക്ക് തോന്നുന്നത്, ക്ലിയർ ആയിട്ട് അറിയത്തില്ല. അങ്ങനെ നമ്പർ വാങ്ങുന്നു, നമ്പർ വാങ്ങിച്ചതിന് ശേഷം നിരന്തരം ബന്ധപ്പെടുന്നു, അങ്ങോട്ടേക്ക് ചാറ്റിംഗ് ആയി, കൂറ്റിംഗ് ആയി, വീഡിയോ കോളായി. ഇപ്പോൾ ഇവളെങ്ങനെ വീഡിയോ കോൾ വിളിച്ചു. ഈ വീഡിയോ കോൾ വിളിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്ന ന്യായത്തോടൊന്നും എനിക്ക് ഈ പറയുന്ന 2 പൂജാരിമാരും ശരിയെന്നല്ല പറയാം. 2 പൂജാരിമാർ കാണിച്ച തെണ്ടിത്തനം തന്നെയാണ്, അവന്മാർ കാണിച്ച വൃത്തികേട് തന്നെയാണ്, ഇല്ലെന്ന് ഒരിക്കലും പറയില്ല. കാരണം ഇതുപോലെ പൂജാരി ആയിട്ട് നിന്നുകൊണ്ട് പീഡനങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവർ പരിശുദ്ധയാണോ അല്ലെങ്കിൽ പതിവ്രതയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പം ഇതിനകത്ത്. അതായത് ഒരാൾ പറയുന്നു, നീ ഇങ്ങനെ തുണിയമത്ത് കാണിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ മക്കളെ എന്ത് ചെയ്തു, ഈ പറഞ്ഞതുപോലെ കുരുക്കുന്ന രീതിയിലേക്ക് പൂജ ചെയ്യും, നിങ്ങളുടെ ഭാവി തുലയ്ക്കുന്ന രീതിയിലേക്ക് പൂജ ചെയ്യും. അത് പേടിച്ച് ഞാൻ പല പ്രാവശ്യം തുണിയമത്ത് കാണിച്ചു കൊടുത്തെന്നാണ് പറയുന്നത്. പല പ്രാവശ്യം ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തു. അതിനുശേഷം നേരിൽ കാണാൻ വേണ്ടിയിട്ട് കാറിൽ വന്ന് നേരിൽ ഇവനെ മാത്രം കാണാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ വന്നത് ഒരു മുതുക്ക് കിളവനും കൂടി ഉണ്ടായിരുന്നു, വേറൊരു പൂജാരിയും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും കൂടി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇവർ രണ്ടും കൂടി പീഡിപ്പിച്ചു, അതുകൊണ്ടാണ് ഇവർ കേസ് കൊടുത്തത്. അപ്പോൾ ഇതന്നെ ഇതിനകത്ത് ബാക്കിയുള്ള വാർത്തകളിൽ ഇവർ കൃത്യമായിട്ട് പറയുന്നത് ഇതൊരു ഹണി ട്രാപ്പ് ആണോ എന്നുള്ള, കാരണം ഇവരുടെ ചാറ്റ് ഈ പറയുന്ന വാട്സപ്പ് ചാറ്റുകൾ പരിശോധിക്കുമ്പോൾ ഇതൊരു ഹണി ട്രാപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ടെന്ന് ഈ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാർത്ത. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ വീണ്ടും കാണാം. ജയ് ഹിന്ദ്.